ഇതാണ് ശിവന്റെ തൃപ്പാദം പതിഞ്ഞ ആ പാറ. ആർക്കോളജി ഡിപ്പാർട്ട്മെന്റ് ഇതിനെ അണ്ടർടേക്കൻ ചെയ്ത ശേഷം കയ്യിൽ നക്കുമ്പോഴേ ഇത് ഭയങ്കര റഫായിട്ടാണ് ഇരിക്കുന്നത്. ഹലോ ഗൈസ്, നമ്മളിന്ന് പോകുന്നത് കന്യാകുമാരി ജില്ലയിലെ പ്രശസ്തമായ ശിവാലയ ഓട്ടത്തിൽ 4ാമത് പോകുന്ന ക്ഷേത്രമാണ് തിരുനന്ദിക്കര തിരുനന്ദീശ്വര ക്ഷേത്രം. അപ്പോൾ ലിസ്റ്റ് അനുസരിച്ച് തിരുമല, തിക്കുറിച്ചി, തൃപ്പരപ്പ്, തിരുനന്ദിക്കര, പൊന്മന, പന്നിപ്പാകം, കൽക്കുളം, മേലാങ്കോട്, തിരുവിടൈക്കോട്, തിരുവിതാംകോട്, തിരുപ്പൻറിക്കോട്, തിരുനട്ടാലം, ഇങ്ങനെ 12 ക്ഷേത്രങ്ങളുണ്ട്. ഇതിൽ 4ാമത്തെ ക്ഷേത്രമാണ് തിരുനന്ദിക്കര തിരുനന്ദീശ്വര ക്ഷേത്രം. അപ്പോൾ ഈ ക്ഷേത്രത്തിൻ്റെ വിശേഷവും കാര്യങ്ങളും നോക്കാം. ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ തിരുനന്ദിക്കര തിരുനന്ദീശ്വരൻ്റെ മണ്ണിലാണ് നിൽക്കുന്നത്. അപ്പോൾ ആ ക്ഷേത്രത്തിൻ്റെ പരിസരത്താണ് നിൽക്കുന്നത്. അപ്പോൾ ഈ ക്ഷേത്രത്തിൻ്റെ അടുത്ത് ഇങ്ങനെ നല്ല കുറേ സ്ഥലങ്ങളുണ്ട്. ഒരു പാറ ഉണ്ട്, പിന്നെ ഒരു കാളമുണ്ട്. കാള നമ്മളൊന്നും ചെയ്യുന്നില്ല, കണ്ടിട്ട് ഇച്ചിരി പേടിയാണെങ്കിലും ആളൊരു പാവമെന്നാണ് തോന്നുന്നത്. അപ്പോൾ ഇവിടെ ശിവൻ്റെ തൃപ്പാദം പതിഞ്ഞ ഒരു പാറമുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നതായിരിക്കും. പിന്നെ ഗുഹാക്ഷേത്രത്തെ കുറിച്ച് പറയും, ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ സ്റ്റേ ട്യൂൺഡ്. അപ്പോൾ നമുക്ക് ആ കാളയ്ക്ക് ഫുഡ് കൊടുക്കാം. ഈ കയ്യിൽ നക്കുമ്പോഴേ ഇത് ഭയങ്കര റഫായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ നിൽക്കുന്നത് തിരുനന്ദിക്കര തിരുനന്ദീശ്വര ക്ഷേത്രത്തിലാണ്. അപ്പോൾ ഇവിടെ മൊത്തത്തിൽ തിരുനന്ദീശ്വര ക്ഷേത്രം, ഗുഹാക്ഷേത്രം, ഉളുത്തുപാറ ക്ഷേത്രം എന്ന 3 ഭാഗങ്ങളുണ്ട്. തമിഴ്നാട്ടിലെ കന്യാകുമാരി ജില്ലയിലെ തിരുനന്ദിക്കര എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമാണ് തിരുനന്ദിക്കര തിരുനന്ദീശ്വര ക്ഷേത്രം. ഭഗവാൻ ശിവനാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ. നന്ദി ആറിൻ്റെ തീരത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ നന്ദി ആറിൻ്റെ അടുത്തുള്ളതുകൊണ്ടാണോ നന്ദീശ്വരം എന്ന് പേര് വന്നത്, അല്ലെങ്കിൽ നന്ദീശ്വരത്തിൻ്റെ അടുത്ത് ആറുള്ളതുകൊണ്ടാണോ നന്ദി ആറെന്ന് പേര് വന്നത് എന്നറിയില്ല. ഈ ക്ഷേത്രത്തിനെ ചുറ്റിപ്പറ്റി ഒരു ഐതിഹ്യം നിലനിൽക്കുന്നുണ്ട്. ഒരിക്കൽ ഈ പ്രദേശത്ത് ഒരു കാള ഈ നാട്ടുകാർക്ക് ഭീഷണിയായി. അതിൻ്റെ അക്രമം സഹിക്കാനാവാതെ നാട്ടുകാർ മഹാദേവനോട് തൊഴുത് പ്രാർത്ഥിച്ചു. അപ്പോൾ ഭഗവാൻ ശിവൻ കാളയെ ബന്ധനസ്ഥനാക്കുകയും എന്നിട്ട് ആ കാള ഈ ക്ഷേത്രത്തിലെ നന്ദിയായി മാറുകയും ചെയ്തു എന്നതാണ് വിശ്വാസം. ഭഗവാൻ തന്നെ നേരിട്ട് പ്രതിഷ്ഠ നടത്തിയതാൽ ഈ ക്ഷേത്രത്തെ തിരുനന്ദീശ്വരം എന്ന് പേര് വന്നു എന്നും പറയുന്നുണ്ട്. രാജരാജ ചോള രാജാവാണ് ഈ ക്ഷേത്രത്തെ പണി കഴിപ്പിച്ചത് എന്നും പറയുന്നുണ്ട്. ക്ഷേത്രത്തിലെ അധിപനായ ദേവനെ നന്ദീശ്വരൻ എന്നറിയപ്പെടുന്നത്. ഈ ക്ഷേത്രത്തിൽ ഗണപതി, വിഷ്ണു, ശാസ്താവ്, നാഗർ എന്നീ 4 പേർക്കും പ്രത്യേകം ശ്രീകോവിലുണ്ട്. എല്ലാ തിങ്കളാഴ്ചയും പ്രദോഷ ദിവസങ്ങളിലും തിരുവാതിര ദിവസങ്ങളിലും ഈ ക്ഷേത്രത്തിൽ പ്രത്യേക പൂജ നടക്കാറുണ്ട്. പിന്നെ മഹാശിവരാത്രിയാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു ഉത്സവമാണ്. അപ്പം മഹാശിവരാത്രി തന്നെ എല്ലാവരും ഈ ക്ഷേത്രത്തെ സന്ദർശിക്കുക. ഈ മാമ ഈ ക്ഷേത്രത്തിനടുത്തുള്ള ആളാണ് അല്ലേ? ഞാൻ ഇവിടെ തന്നെ കാലത്ത് വൈകിട്ട് എപ്പോഴും ഇവിടെ വരും. ഈ മാമ ഇവിടെ രാവിലെയും വൈകിട്ടും വന്ന് പ്രാർത്ഥിച്ചിട്ട് പോകുന്ന പറയുന്നത്. അതിഭയങ്കര ശക്തിയുള്ള ഒരു ദേവനാണ് അല്ലേ, മഹാദേവൻ. അപ്പോൾ ഇത് അരശും ആൽമരവും ഒരുമിച്ച് നിൽക്കുകയാണ്. 200 വർഷത്തിന് മുകളിൽ പഴക്കമുള്ള ഒരു മരമാണ്. ഇപ്പം നല്ല ഒരു അനുഭൂതിയാണ് ഇവിടെ നിൽക്കുമ്പോൾ. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ ഗുഹാക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിലാണ്. തിരുനന്ദിക്കര ശിവക്ഷേത്രം തമിഴ്നാടിൻ്റെ അണ്ടറിലും ഈ ഗുഹാക്ഷേത്രം ആർക്കിയോളജി സർവേ ഓഫ് ഇന്ത്യയുടെ അണ്ടറിലാണ് ഇരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ആർക്കിയോളജി ഡിപ്പാർട്ട്മെൻറ്റാണ് ഇത് കൊണ്ടുവന്നത്. ഇതിന് മുന്നേ കൽവെട്ട് വെച്ചിട്ടാണ് ഈ സ്റ്റെപ്സൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് അതും കൂടെ നോക്കാം. അപ്പോൾ നേരത്തെ ഇങ്ങനത്തെ കൽവെട്ടിൻ്റെ സ്റ്റെപ്സാണ്, ഈ പാറവെട്ടിൻ്റെ സ്റ്റെപ്സാണ് നേരത്തെ ഉണ്ടായിരുന്നത്. പിന്നെ ആർക്കിയോളജി ഡിപ്പാർട്ട്മെൻറ്റ് ഇതിനെ അണ്ടർടേക്കൻ ചെയ്ത ശേഷമാണ് ഇങ്ങനത്തെ ഇരുമ്പിൻ്റെ സ്റ്റെപ്സ് കൊണ്ടുവന്നത്.
ഉള്ളിലോട്ട് കിടക്കുമ്പോൾ ഒരു ശിവലിംഗവും കല്ല് പോലും കാണാം അതിൻ്റെ ഉള്ളിൽ. അപ്പോൾ ഇതിനെ ഡീകോഡ് ചെയ്യുകയാണെങ്കിൽ ഒരുപാട് ഇതിൻ്റെ ചരിത്രം കാര്യങ്ങളൊക്കെ പറയുന്ന കൽവെട്ടാണ്. ഈ ഗുഹാക്ഷേത്രത്തിൻ്റെ അടുത്ത് ഇങ്ങനത്തെ ഒരു ശിവലിംഗമുണ്ട്, ദർശനമൂർത്തി എന്ന് പറയുന്നത്. ഇത് മുൻപേ ചെറുതായിരുന്നു, പിന്നെ വളർന്ന് വളർന്നാണ് ഇങ്ങനെ ആയെന്നാണ് ഇമാമൻ പറയുന്നത്. അതുപോലെ ഈ ഗുഹാക്ഷേത്രത്തിൻ്റെ അടുത്ത് വേറൊരു പ്രതിഷ്ഠ ഉണ്ട്, ദേവിയുടെയാണിത്. നമ്മൾ തിരുനന്ദിക്കര ശിവക്ഷേത്രം കണ്ടു, ഗുഹാക്ഷേത്രം കണ്ടു, അടുത്ത ഉളുത്തുപ്പാറ ക്ഷേത്രമാണ് മുകളിൽ. അപ്പോൾ ഇതിൻ്റെ മുകളിലാണിത്. അപ്പോൾ എല്ലാം വരുന്നത് തിരുനന്ദിക്കര തന്നെയാണ്. അപ്പോൾ 3 ഭാഗങ്ങളായിട്ടാണിത്. അപ്പോൾ അതും കൂടെ നമുക്ക് നോക്കാം. ഇത് പാറയ്ക്ക് മുകളിലാണ്. അപ്പോൾ കുറച്ച് കുണ്ടും കുഴിയും മുള്ളും നിറഞ്ഞ സ്ഥലങ്ങളാണ്. പക്ഷേ ചെരുപ്പില്ല, നമുക്കിത് ശീലമാണ്. പക്ഷേ ഈ വഴി വരുന്നവർ പറ്റുമെങ്കിൽ ചെരുപ്പിടാൻ നോക്കണം. എന്നുവെച്ചാൽ മുള്ളും കല്ലും ഇതൊക്കെ ഉണ്ട്. ഇതൊക്കെ കാര്യം. അപ്പോൾ ഉളുത്തുപ്പാറ ക്ഷേത്രത്തിൽ പോകാൻ ഏറ്റവും മുകളിൽ പോകണം. ഇത് ക്ഷേത്രമല്ല എന്ന് വെച്ചാൽ നമ്മുടെ ഈ പാറയുടെ മുകളിലുള്ള പൂജയും ആരാധനയും നടക്കുന്ന ഒരു സ്ഥലമാണ്. നമ്മൾ മുകളിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ ഈ മുകളിൽ നിന്ന് നമുക്ക് എല്ലാം കാണാൻ പറ്റും. ഫുള്ളും കാണാം. ഒരു മല കാണുന്നുണ്ടോ? പിന്നെ ഇവിടെ വിളക്ക് കത്തിക്കാറൊക്കെ ഉണ്ട്, ഇടിഞ്ഞിലൊക്കെ ഉണ്ട്, കയ്യിൽ ഇടിഞ്ഞിലൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്കിനി ഇത് പ്രതിഷ്ഠകളും കാര്യങ്ങളൊക്കെ നോക്കാം. പിന്നെ നാഗരാജ ഇവിടുത്തെ പ്രതിഷ്ഠ എന്ന് വെച്ചാൽ ശിവലിംഗമാണ്. ശിവലിംഗത്തിൻ്റെ 2 ഭാഗത്തായിട്ടും നാഗരാണ്. ശിവലിംഗത്തിനെ നോക്കിയിരിക്കുന്ന നന്ദിയാണ് പ്രതിഷ്ഠ. പിന്നെ ഇവിടെ വിളക്ക് കത്തിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ 5 തട്ടായിട്ടാണ് ഉള്ളത്. പിന്നെ ഇവിടെ വേറൊരു പ്രതിഷ്ഠയാണ്. അത് കഴിഞ്ഞിട്ട് ശിവന്റെ തൃപ്പാദം പതിഞ്ഞ് ആ ഒരു പാറ കാണിച്ചു തരാം. ഇതാണ് ശിവന്റെ തൃപ്പാദം പതിഞ്ഞ ആ പാറ, നിങ്ങൾക്ക് കാണുന്നുണ്ടായിരിക്കും. അപ്പോൾ ഇതിന് കുറച്ച് ചരിത്രമുണ്ട്. 2002 ഈ സംഭവം നടന്നെന്നാണ് പറയുന്നത്. ഈ ശിവന്റെ തൃപ്പാദം കാണുകയും ഇതിനെ മായ്ക്കാൻ പറ്റാതാവുമ്പോൾ ഇവിടെ നിന്ന് ആൾ പറയുകയും ചെയ്തു. അപ്പോഴാണ് മനസ്സിലായത് ഈ സംഭവം. ഈ തൃപ്പാദം കാണുന്നതിന് കോടി പുണ്യം വേണമെന്ന് പറയാറുണ്ട്. അപ്പോൾ ഇത് കാണുന്നവർക്കും എല്ലാവർക്കും ആ പുണ്യം കിട്ടട്ടെ. അപ്പോൾ എല്ലാവരുടെ ജീവിതത്തിലും നല്ലത് സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ കുറച്ച് ചരിത്രങ്ങളും കാര്യങ്ങളും ഈ മാമൻ പറയുന്നതായിരിക്കും, നമുക്ക് കേൾക്കാം. പണ്ട് രാജഭരണ കാലത്തിൽ പൂജ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പൂശാരി ഉണ്ടല്ലോ ഒളിച്ചിരിക്കും, എന്തിനു പറയുന്നത് കേൾക്കാൻ വേണ്ടി നിൽക്കുന്ന കാലങ്ങളിൽ ഇയാൾ അറിയാതെ അതിൻ്റെ അടുത്ത് വരും. അന്നേരം അമ്മ ഇരുന്നോണ്ട് പറയും, ഇതാ പൂജാരി വന്നുകൊണ്ടിരിക്കുകയാണ്, നീ മിണ്ടായി, അവൻ മിണ്ടണമെങ്കിൽ അവൻ്റെ തല പൊട്ടിത്തെറിക്കുമെന്ന് പറയും. അതിന് ദേവി പറയാം, ഇവൻ ഒന്നും മിണ്ടില്ല. പൂജാരി ഇനി വന്ന് കറങ്ങി വന്നിട്ട് ചോദിക്കും,
கலங்கினதிന് இயாள் இந்த பாயசம் வச்சு இந்த பூஜை நடத்திட்டியா அந்த சாதனங்கள் எடுத்து வச்சிருந்தோம். அதில் எடுத்துകൊണ്ട് போக மாட்டேன்னா இயாள் வந்து கரங்கி അത് എടുത്തിട്ട് അതിനെ പറഞ്ഞ് നീ വെളിയിൽ വല്ലതും പറഞ്ഞാൽ നിൻ്റെ തല പൊട്ടിത്തെറിക്കുമെന്ന് പറഞ്ഞോളൂ എൻ്റെ അടുത്ത്. ഞാൻ ഒന്നും പറയില്ല എന്നാണ് പൂജാരി പോകണം. അങ്ങ് വീട്ടിൽ പോയി വേണം പഞ്ചായത്ത് എന്തിനാന്ന് പെണ്ണുങ്ങളൊക്കെ സുഖം അറിഞ്ഞു. കിണ്ടി 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 കേട്ട് ഇയാൾ പറയുകയും ചെയ്തു. അതിലാണ് ഇതിൽ വേതാളം മരമാവണത്. இந்த பூஜாரி வந்து வேதாளம் மரம் ஆகும். മനസ്സിലായോ? അതിൽ വിക്രമാദിത്യൻ്റെ കഥ വരുന്നതിൽ പട്ടി വിക്രമാദിത്യൻ്റെ കഥ. അവർ അണ്ണൻ തമ്മി രണ്ടുപേരുണ്ട്, പട്ടിയും വിക്രമാദിത്യനും. പട്ടിയെ ഇളയതും വിക്രമാദിത്യൻ മൂത്ത ആള്. ഇവർ രണ്ടുപേരും കൂടെ കറങ്ങിക്കൊണ്ട് നടക്കുമ്പോഴാണ് இந்த സംഭവങ്ങളെല്ലാം നടക്കണത്. നടന്ന് അതിൽ എന്തെങ്കിലും കാര്യം കൊണ്ടുപോവുകയും ചെയ്തു. പോയിടത്താണ് നമുക്ക് പഴയില്ല, എല്ലാം ഓർമ്മരും ഇല്ല, മറന്നു പോകും. ഇത് ഓർമ്മ കാലത്ത് തന്നെ പറയാൻ നോക്കും. പോയി വിക്രമാദിത്യൻ പട്ടി വിക്രമാദിത്യന്തിരെയും ദേവിയുടെ മറ്റേ ആൾ വരം കേൾക്കും. വിക്രമാദിത്യൻ വരം കേൾക്കുമ്പോൾ 41 ഇയാളെ മരണകാലം വരെ ജീവിച്ചിരിക്കാന്നുള്ള വരമാണ് അയാൾ ചോദിക്കുന്നത്. അത് കൊടുക്കും. ഇത് പട്ടി വിക്രമാദിത്യൻ കേട്ടിരുന്നതിലെയും ഇയാളും പോയി വരം കേൾക്കും. വരം കേട്ട് ശരി അതേ ഇരിപ്പ് നാൾ വരെ ഇവനും കൊടുത്തിട്ടുണ്ട് പട്ടി വിക്രമാദിത്യൻ. ഇതാണ് ആളുകൾ പറയുന്നത്. നമ്മളിതൊന്നും കണ്ടതല്ല. ഇതായി കൊടുക്കാം. ഇവർ രണ്ടുപേരും പോവുകയും ചെയ്യും. ഇവർ രണ്ടുപേരും മാറി പോകും. ഇത് വിക്രമാദിത്യൻ മറ്റേ വിക്രമാദിത്യന്തിലെയും ഇവിടെ വേതാളവും ഇതും കൂടെ തകരാറായി വലിയ പ്രശ്നങ്ങളെല്ലാം ആവും. വേതാളം എന്തിനു പറഞ്ഞാലും ഇത് തിരിച്ച് പറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെ ആയി വേതാളത്തിന് അയാൾ രാജാവ് പട്ടി വിക്രമാദിത്യൻ രാജാവ് വെട്ടി വാളുകൊണ്ട് കഴുത്തിനെ വെട്ടി അയാൾ മാറുമ്പോൾ ഇയാൾക്ക് പല ഇതെല്ലാം ഉണ്ടാവും. അയാൾക്ക് ഇത് പട്ടി വിക്രമം பார்த்துட்டு അതിന് അതുപോലെ ചെയ്യും. എന്ന് വെച്ചാൽ അണ്ണ ഇരിക്കുന്ന നാൾ വരെ ജനങ്ങൾ ഇരിക്കണം എന്നുള്ള ആശയാണ് രണ്ടുപേരും. അങ്ങനെയാണ് അയാളും ചെയ്യുന്നത്. ചെയ്ത് അവർക്ക് കാര്യം റെഡിയാവും. അങ്ങനെയാണ് രണ്ടുപേരും പോയ കാലങ്ങളിലാണ് ഇതെല്ലാം നടക്കണത്. പറഞ്ഞ കാര്യങ്ങളൊക്കെ മാമ ഓർത്തെടുത്ത് പറഞ്ഞതാണ് അല്ലേ? ഇത് കുറേ കാര്യങ്ങൾ മറന്നെന്ന് പറയുന്നു, ഓർത്തെടുത്ത് പറഞ്ഞു. അപ്പം വളരെ ഉപകാരം. ഇത് കാണുന്നവർക്ക് കാര്യങ്ങൾ മനസ്സിലായിരിക്കും, നമ്മൾ വിശ്വസിക്കും. അറിഞ്ഞ ആളുകൾക്ക് ഇത് വിശ്വാസമായിരിക്കും. ഇത് പണ്ട് അറിഞ്ഞ ആളുകൾക്കല്ല പറയുന്നത് ശരിയാണെന്നുള്ളതായിരിക്കും. ഇല്ലാത്തവരാകുന്നില്ല നമുക്ക്. അപ്പോൾ ഈ മാമന് 84 വയസ്സ് കഴിഞ്ഞ് 15 ദിവസമായി. എന്തായാലും ജന്മദിനാശംസകൾ. അത് കുറച്ച് ലേറ്റായി പോയി. ഇനിയും ഒരു 100-120 വയസ്സ് വരെ ആരോഗ്യവാനായിട്ട് ഇരിക്കട്ടെ. നിങ്ങളെ പയ്യന്മാരായിരുന്നാലും ശരി, പയ്യന്മാരെന്ന് ഞാൻ പറഞ്ഞു, ചില പയ്യന്മാർ പിടിക്കും, ചില പയ്യന്മാർ പിടിക്കില്ല. അങ്ങനെയുള്ള ഇതിൽ ചില പയ്യന്മാർ വർത്തമാനം പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കിക്കൊള്ളണം അവൻ്റെ അടുത്ത് വർത്തമാനം പറയാൻ ലായക്കില്ല. അങ്ങനെ നമ്മൾ മാറിക്കൊള്ളണം. ഈ ഉപദേശം ഇഷ്ടപ്പെടാത്ത മനസ്സിലായ അങ്ങനെയുള്ള ആളുകളുടെ നമ്മൾ കൂടുതൽ വർത്തമാനം പറയാൻ പാടില്ല. പറയാൻ നമ്മൾ കൊടുക്കേണ്ട വരും. അതിൻ്റെ ആവശ്യമില്ല. നമുക്ക് നമ്മൾ സ്വത്തമല്ലാണ് കാണണം. അതിൻ്റെ ആവശ്യമേ കിടயாது. നമ്മൾ ഒതുങ്ങി കളഞ്ഞാൽ അവർ സൗകര്യം പോലെ കൊണ്ട് തന്നെത്താനെ അറിയും. തന്നെത്താനെ വരുമ്പോൾ തന്നെ പിന്നെ താനെ അറിയും. തന്നെ അറിഞ്ഞില്ലെങ്കിൽ പിന്നെ താനെ അറിയും. ഇതാണ് അതിൻ്റെ കാരണം. അപ്പോൾ ഇങ്ങനെ എന്താണ് അവൻ്റെ മുരുകേശൻ. അതുപോലെ മുകളിൽ വെച്ച് വേറെ ഒരാളെ കണ്ടു. അവിടുത്തെ വാച്ചർ. അതാണ് അമ്മച്ചി ഇവിടെ ഉള്ളവരാണ്. ഇവർക്ക് പഴയ കാര്യം അറിയാൻ കഴിക്കും. അവരടുത്ത് കഴിക്കും. അപ്പൊ ആന്റി ഇവിടെ ഉള്ളതാണ്. ഇവിടെ ഉള്ളതാണ്. ഇവിടെ കോവിലിൽ ജനിച്ചത് വളർന്നവരുള്ള കാര്യം തന്നെ. 37 അതിന് ഒരു കുഴപ്പമില്ല. അപ്പൊ ഈ ആന്റി ഇവിടെ വെച്ചുകൊണ്ട് പേര് പത്മകുമാരിയാണ്. അപ്പൊ ഇവിടെ ജനിച്ച് വളർന്നതാണെന്ന് പറയുന്നത്. ഇവിടെ ഈ സ്ഥലം തന്നെ അപ്പൊ എല്ലാരെയും കണ്ടതിൽ സന്തോഷം. അപ്പൊ എല്ലാരും ഇങ്ങനെ അവർക്ക് എല്ലാ പല കാര്യങ്ങളും അറിയാം. ഒരാളിവിടെ നമ്മളെ മെല്ലെ കഴിഞ്ഞ പേരില്ല, അതിന്റെ ഭർത്താവ് ഇഞ്ഞ പേര് മാല വെക്കാൻ പേരിക്കുന്നത്. ഓ ശരി ശരി. അപ്പൊ നമുക്ക് ഇനി ഒരു ദിവസം കാണാം. ശരി, സന്തോഷമാ. ശരി.
ഇല്ല മുകളിൽ പോയി. ശരി ബൈ. ഇവിടെ വന്നപ്പോൾ ഒരു സൈക്കിൾ കിട്ടിയിട്ടുണ്ട്. ഒരു കൊച്ചു പയ്യന് സൈക്കിൾ തന്നിട്ട് പോയി ഓടിക്കാൻ വേണ്ടി. വാ, ഇവനാണ് സൈക്കിൾ തന്നത്. ഇത് ഒരുപാട് ദിവസമായി സൈക്കിൾ ഓടിച്ച് നോക്കാം. പേരെന്താ? നീരജ് ആണ് അവൻ്റെ പേര്. അപ്പോൾ ഗൈസ്, ഈ എപ്പിസോഡ് ഇവിടെ വെച്ച് സൈൻ ഓഫ് ചെയ്യാണ്. അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസ് ഇനിയും വരും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഒരു കാര്യം മാത്രം, എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇഷ്ടപ്പെട്ട ആൾക്ക് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം.